എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം ശങ്കരാചാര്യസ്വാമികള് വിവേക ചൂടാമണി രചിക്കുമ്പോൾ ആദ്യമായിട്ടുള്ള ആ ഗുരുവന്ദനം, ഈശ്വര പ്രാർത്ഥന ചെയ്തതാണ് നമ്മൾ നോക്കിയത്. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ആ ശ്ലോകത്തിന്റെ അർത്ഥം നമ്മൾ ഭംഗിയായിട്ട് നോക്കി. ശങ്കരാചാര്യസ്വാമികൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ അടുത്തതായിട്ടുള്ള ശ്ലോകം ചില ഗ്രന്ഥങ്ങളില് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ശ്ലോകം ഉണ്ട്, ചിലതിനകത്ത്. ഏതായാലും നമുക്ക് അഡീഷണൽ ഒരു ശ്ലോകം കിട്ടിയിരിക്കുന്നത് നല്ലതായതുകൊണ്ട് അത് ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു ബുക്കില് കണ്ടതുകൊണ്ടാണ് അതും കൂടെ എടുക്കുന്നത്. പിന്നെ വേറെ ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങൾ നോക്കിയപ്പോഴും ഇത് കണ്ടു, ചില ഗ്രന്ഥങ്ങൾ ഇത് കാണുന്നും ഇല്ല. ഏതായാലും നമുക്ക് കൂടുതൽ അറിവ് നല്ലതാണല്ലോ, അതുകൊണ്ട് നമുക്കത് നോക്കാം. ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത തസ്മാദ്വൈദിക ധർമ്മമാർഗപരത വിദ്വത്വമസ്മാൽ പരം ആത്മാനാത്മവിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർനോ സദജന്മകോടി സുകൃതൈ പുണ്യേർവിനാ ലഭ്യത്തെ. ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത തസ്മാദ്വൈദിക ധർമ്മമാർഗപരതാ വിദ്വത്വമസ്മാൽ പരം ആത്മാനാത്മവിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർനോ സദജന്മകോടി സുകൃതൈ പുണ്യേർവിനാ ലഭ്യത്തെ. എന്താണ് ആ ശ്ലോകം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ജീവികൾക്ക് മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ ദുർലഭമാണ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. അതിലും വെച്ച് പൂർണ്ണമായ പുരുഷജന്മം വളരെ ദുർലഭം. ഇവിടെ ഈ പുരുഷജന്മം എന്നുള്ളതിന് പല ആൾക്കാരും നേരത്തെ തന്നെ ചില എന്താ പറയുക ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടിയുള്ള ആൾക്കാര് പുരുഷജന്മം എന്നവിടെ പറയുന്നതിനെ ലിംഗഭേദത്തോടു കൂടി വെച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്ന് വലിയ പല ഗുരുനാഥന്മാരും പറയുന്നുണ്ട്. അതെന്താണെന്നും കൂടി നമുക്ക് ഈ ശ്ലോകം പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. പുംസ്ത്വം എന്നുള്ള വാക്കിന്റെ വിശദീകരണം, സാത്വിക ബുദ്ധിയോട് കൂടിയ ജന്മം ഇവയേക്കാൾ ദുർലഭം. അപ്പോ മനുഷ്യജന്മം കിട്ടുന്നത് ദുർലഭം, അതിലും വെച്ച് പുംസ്ത്വം ആയി കിട്ടുന്നത് ദുർലഭം, സാത്വിക ബുദ്ധിയോട് കൂടിയ ജന്മം ഉണ്ടാകുന്നത് അതിലും ദുർലഭം. സംഗതിവശാൽ അപൂർവങ്ങളായ ഇവയെല്ലാം നമുക്ക് ലഭിച്ചു എന്നിരിക്കട്ടെ, വൈദിക ധർമാദി മാർഗങ്ങളിൽ അഭിരുചിയോടുകൂടി ജീവിതം മുന്നോട്ട് പോകുന്നത് അതിലും ദുർലഭം. അപ്പൊ ഓരോന്ന് അഡീഷണൽ ആയിട്ട് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഈ ജന്മത്തില് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് നമുക്കൊരു മനുഷ്യജന്മം കിട്ടി എന്നറിയുമ്പോൾ ഒരു സന്തോഷം, ദുർലഭമാണ്, അത് കിട്ടി. പിന്നീട് അതില് പുംസ്ത്വം, അതായത് അതിനകത്ത് പറയുന്ന ഒരു പുരുഷത്വം, അത് കിട്ടിയിട്ടുണ്ട്. പിന്നീട് പറയുന്നത് സാത്വിക ബുദ്ധി, ഇല്ലേ? അങ്ങനെ തോന്നണല്ലോ, സാത്വികമായൊരു മനസ്സുണ്ടാവണ്ടേ. അങ്ങനെ സത്വരജതമോ ഗുണങ്ങളില് നമ്മുടെ ഉള്ളില് സത്വഗുണം ഏറി നിൽക്കുന്ന ഒരു അവസ്ഥ, അതോടുകൂടിയുള്ളൊരു ജന്മം, അത് മഹാഭാഗ്യം തന്നെയാണ്. പൂർവജന്മങ്ങളിലെ സുകൃതമാണ്, പൂർവജന്മങ്ങളിലെ സൽക്കർമ്മ ഫലമാണ്.
അങ്ങനെ വന്ന് അത്രയുമായി കഴിയുമ്പോഴുണ്ട് ഇതാ വൈദിക ധാർമ്മിക മാർഗങ്ങളിൽ കൂടുതൽ അഭിരുചി. അമ്പലത്തിൽ പോവുക, തൊഴുക, വഴിപാടുകൾ ചെയ്യുക, വൈദികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യം കാണിക്കുക, അങ്ങനെയുള്ള ഒരു ലൈഫും കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ഉന്നതിയായി. ശാസ്ത്ര സിദ്ധാന്തങ്ങളെ നന്നായി മനസ്സിലാക്കി അവയുടെ അന്തരാർത്ഥം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പിന്നെയും ദുർലഭമായി. അപ്പൊ അങ്ങനെയുള്ള ശ്രമം നടത്തുന്ന നമ്മളെ പോലുള്ളവർ എത്രമാത്രം ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ഈ ജീവിതത്തെ വെറും നിസ്സാരമായിട്ട് നമ്മൾ കാണരുത് എന്നാണ് ഇതുകൊണ്ടുള്ള ഉപദേശം. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം, എന്തുമാത്രം മഹാഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് നല്ല ഗുരുനാഥന്മാരെ ലഭിച്ചിട്ടുണ്ട്. അത് ലഭിക്കാൻ കാരണം പൂർവജന്മ സുഹൃതം തന്നെ, ഈശ്വരന്റെ അനുഗ്രഹം തന്നെ. ആ ഗുരുനാഥന്മാരിൽ നിന്ന് ശാസ്ത്ര സിദ്ധാന്തങ്ങളെ കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായി, അവസരവും ഉണ്ടായി. അങ്ങനെ നിത്യാനിത്യ വിവേകത്തെ കുറിച്ചൊക്കെ അവര് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യമുണ്ടാകുന്നു. തന്നിൽ തന്നെ ഒരു ചൈതന്യം ഇരിക്കുന്നു, അതിനെ മനസ്സിലാക്കണം എന്നവർ പറഞ്ഞു തരുമ്പോൾ അതില് ദൃഢവിശ്വാസം ഉണ്ടാകണം എന്നും പറയുമ്പോൾ അതിനെ ശ്രവിക്കാൻ തോന്നുന്നു. ഇല്ലേ? ഈശ്വരനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ എവിടെയാണ് ഭഗവത് ചൈതന്യം എന്നന്വേഷിച്ച് എത്രയെത്ര യാത്രകൾ നമ്മൾ ചെയ്യുന്നു, എത്രയെത്ര ക്ഷേത്ര ദർശനം നടത്തുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഗുരുനാഥന്മാരെ നമുക്ക് ലഭിക്കുന്നു. അത് കേൾക്കാനുള്ള മനസ്സ് തോന്നും. അപ്പൊ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഓ അതൊന്നും നമുക്കത്ര മനസ്സിലാകത്തില്ല, അതൊന്നും ശരിയല്ല, ഈശ്വരൻ അങ്ങനെയൊന്നും അല്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? നമ്മുടെ ഭാഗ്യത്തിന് ആ ഗുരുവിന്റെ തന്നെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കണമല്ലോ, എൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ എനിക്ക് കാണണമല്ലോ, എനിക്ക് അനുഭവിക്കണമല്ലോ എന്ന ഒരു ചിന്ത ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ നമുക്കുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഉപനിഷത്ത് പഠനത്തിലേക്കും ഈ വിവേക ചൂടാമണിയൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കുള്ളൊരു അനുഗ്രഹമാണ് ശങ്കരാചാര്യസ്വാമികൾ പോലെയുള്ളവര് ചെയ്തു വെച്ചിരിക്കുന്ന ഗ്രന്ഥരചനകളെല്ലാം. ഏതൊരാളും പരമലക്ഷ്യമായ മുക്തിയെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, പറയാൻ അറിയില്ല. പരമമായ ശാന്തി, അതാണ് മുക്തി, അത് ആഗ്രഹിക്കുന്നവരാണ് കുറെ ആൾക്കാരൊക്കെ. പക്ഷെ അത് എന്താണെന്ന് പറയാൻ അറിയില്ല. എന്തോ ഒന്നിൻ്റെ ഒരു കുറവുണ്ടെന്ന് അവർ ഫീൽ ചെയ്യും, അതിനുവേണ്ടി അന്വേഷിക്കും. പക്ഷേ ആ അന്വേഷണം ശരിയായ മാർഗത്തിലല്ലാതെ പോകുന്നതാണ് അവർക്ക് പറ്റുന്ന തെറ്റുകൾ. നമുക്ക് സിദ്ധിച്ചിരിക്കുന്നത് നമ്മളെ ഒരു ശക്തി, നമ്മുടെ പുണ്യാതിരേകം കൊണ്ട് ഒരു ശക്തി നല്ല വഴിയിൽ കൂടി നയിച്ചു കൊണ്ടുപോകും. അത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഒരു ശക്തി നമ്മളെ നയിക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ ശക്തിയോട് പ്രാർത്ഥിക്കണം, എന്നെ ഇന്നും നല്ല വഴിക്ക് നയിക്കണമേ. രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കണം, ഇന്ന് എന്നെ കൊണ്ടുപോയ വഴിയിൽ എന്തുമാത്രം കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഭഗവാനെ, ഞാൻ അങ്ങയോട് നന്ദിയുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് വേണം അന്നത്തെ ദിവസം നമ്മൾ നിദ്രയിലേക്ക് പ്രവേശിക്കാൻ. മുക്തി എന്നത് എത്രയെത്രയോ കോടി ജന്മങ്ങൾ കൊണ്ടേ ലഭിക്കുള്ളൂ. അപ്പോ അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും എത്തുക എന്ന് പറഞ്ഞാൽ എത്ര ജന്മങ്ങൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓർക്കണം. ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ആചാര്യസ്വാമികള് നമ്മളിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വര ചൈതന്യത്തെ അറിയുവാനും അതിനോട് ഐക്യം പ്രാപിക്കുവാനുമുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുവാനും ഇവിടെ ശ്രമിക്കുന്നത്. തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള സൃഷ്ടി നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള സൃഷ്ടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം സത്യം എന്നൊരവസ്ഥയാണ്. എല്ലാത്തിന്റെ പുറകില് ഒരു ശക്തി ഉണ്ട്, ഒരു സത്യമായ ഒരു ശക്തി ഉണ്ട്. ഈ സത്യം
ഏത് വസ്തുവിലും നമുക്ക് കാണാം. അതായത് ചേതനത്തിലും അചേതനത്തിലും ഈ സത്യം സ്ഥിതി ചെയ്യുന്നുണ്ട്. കല്ലിനും ഒരു സത്യാവസ്ഥയുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ കല്ലിന് മാറിക്കൊണ്ടിരിക്കുന്ന ബാഹ്യപരിതസ്ഥിതിയെ അറിയാൻ സാധ്യമല്ല. ഓരോ തരത്തിലും ആ സൃഷ്ടിയുടെ പ്രത്യേകതകളെയാണ് ഇവിടെ പറയുന്നത്. കല്ലിനൊരു സത്യാവസ്ഥയുണ്ട്, ഒരു അസ്തിത്വമുണ്ട്. പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്ന ബാഹ്യപരിതസ്ഥിതിയെ അറിയുവാൻ അതിന് സാധ്യമല്ല. കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് സസ്യലതാദികളുടെ സൃഷ്ടി. അവിടുത്തെ സത്യം എങ്ങനെയാണ്? അവയ്ക്ക് ചുറ്റുപാടുമുള്ള സ്ഥിതികളെ കൂടുതൽ ഗ്രഹിക്കുവാനുള്ള ശക്തി ഉള്ളതായി നമ്മൾ കാണുന്നുണ്ട്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യും? കല്ലിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ഒരു സ്ഥാനം നമ്മൾ ഈ സസ്യലതാദികൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവയെ കുറച്ചുകൂടി പുരോഗമിച്ചവയായി നമ്മൾ പരിഗണിക്കുന്നത്. ഇനി പ്രാണിലോകത്തിലേക്ക് കടക്കുമ്പോഴോ അവിടെ വിവിധ ജാതി, അങ്ങനെ പലതരത്തിലുള്ള രീതിയിലും വന്നിട്ട് ബാഹ്യലോകത്തെക്കുറിച്ച് ഗ്രഹണേന്ദ്രിയ പ്രേരണകളാൽ മാത്രമല്ല ആന്തരമായ ആ ചിന്ത കൊണ്ടും വ്യത്യസ്തമായ തോതിലുള്ള ബോധശക്തിയെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഓരോ ജീവികളും ഓരോ തരത്തിലുള്ള ബോധശക്തിയെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി സസ്യലതാദികളെക്കാട്ടിലും കുറച്ചുകൂടെ മുകളിലേക്ക് വന്നു. ഇങ്ങനെ ജീവനുള്ള എല്ലാ സൃഷ്ടികളിലും വെച്ച് നോക്കി കമ്പയർ ചെയ്ത് വരികയാണെങ്കിൽ ആ മനുഷ്യ സൃഷ്ടിയാണ് മികച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിന് നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിവേചന ശക്തി എന്നുള്ളതും ആ വിവേചന ശക്തി ഉപയോഗിച്ച് തീരുമാനമെടുത്ത് അത് പ്രാവർത്തികമാക്കി പരിവർത്തനത്തിന് വിധേയമാക്കാനുള്ള ഒരു ശക്തി മനുഷ്യന് മാത്രമേ. തിരതല്ലി വരുന്ന വികാരങ്ങളെ മനഃശക്തി കൊണ്ട് നിയന്ത്രിച്ച് അവയെ ശരിയായ വഴിക്ക് തിരിക്കുവാൻ തക്കതായ വിവേകവും ബുദ്ധിശക്തിയും മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഇത് വലിയൊരു കാര്യമാണ്, നിസ്സാര കാര്യമല്ല. കാരണം മുക്തി എന്ന ആ പരമശാന്തി ലഭിക്കണമെങ്കിൽ ഈ വികാര വിക്ഷോഭങ്ങളെ അവനവന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം മനുഷ്യന് മാത്രമേ ആ ഒരു കഴിവ് കൊടുത്തിട്ടുള്ളൂ. പരിവർത്തനം ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യജന്മം വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് പറയാൻ കാരണം. ശാരീരിക ജീവിതത്തെ അധിഗമിച്ച് ശാശ്വതമായ ആനന്ദത്തിലേക്ക് എത്തി നോക്കുവാൻ അവന് സാധിക്കുന്നു എന്നാണ് ഇവിടെ ഗുരുനാഥൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഗുരുനാഥന്മാരും മനുഷ്യജന്മത്തെ ഉത്കൃഷ്ടമായ ജന്മം എന്ന് പറഞ്ഞത്. പക്ഷെ പാശ്ചാത്യര് പറയുന്നത് അതുകൊണ്ടല്ല. അവര് അതാണ് ഭാരതത്തിലെ ദർശനവും മറ്റൊന്നും തമ്മിലുള്ള വ്യത്യാസം. പാശ്ചാത്യര് പറയുന്നത് ലോകത്തിലെ എന്തും അനുഭവിക്കാൻ ഉള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ്. അവർ ഭോഗവസ്തുക്കളുടെ അനുഭവത്തെ വെച്ചുകൊണ്ടാണ് മനുഷ്യനെ പറയുന്നത്. മനുഷ്യന് എല്ലാം അനുഭവിക്കാനുള്ള കഴിവുണ്ട് എന്നും പറഞ്ഞാണ് ശ്രേഷ്ഠത പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല. ഭോഗത്തെ നിയന്ത്രിച്ച് ശാശ്വതമായ വേറെ ഭോഗവസ്തുക്കളിൽ നിന്നല്ലാതെ ഒരു ആനന്ദം ഇവിടെ ഉണ്ട്. അതിനെ കണ്ടുപിടിക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ഭോഗവും വേണ്ട, ആത്മാവിൽ രമിക്കുവാൻ, അവനവനിൽ രമിക്കുവാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അവനവനിൽ രമിക്കുക എന്നുള്ളത്. ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുക. സ്വന്തം വീട്ടിലെ കുട്ടികളെ ആശ്രയിക്കാതിരിക്കുക, ഭാര്യയെ ആശ്രയിക്കാതിരിക്കുക, അച്ഛനെയും അമ്മയും ആശ്രയിക്കാതിരിക്കുക, അവനവന്റെ ഗൃഹത്തെ ആശ്രയിക്കാതിരിക്കുക, കാലാവസ്ഥയെ ആശ്രയിക്കാതിരിക്കുക. ഒന്നിനെയും ആശ്രയിക്കാതെ ഒരു വെറുതെ ഇരുന്ന് എവിടെയാണോ അവിടെ, ഒന്നിനെയും പ്രത്യേകം ആശ്രയിക്കുന്നില്ല, ഏത് സ്ഥലമാണോ അവിടെ ഇരുന്ന് അവനവന്റെ ആത്മാവിനെ മാത്രം ശ്രദ്ധിച്ച്
ആത്മാവിലേക്ക് ഉള്ളിൽ തിരിച്ച് ആനന്ദമായിട്ടിരിക്കുക. ഒരു ബാഹ്യശക്തിയെയും ആശ്രയിക്കാതിരിക്കുക. ഒരു ബാഹ്യശക്തിയും അപ്പോൾ നമ്മളെ ഉപദ്രവിക്കുകയില്ല. അതാണ് അതിന്റെ പ്രത്യേകത എന്നാണ് ഗുരുനാഥന്മാർ പറയുന്നത്. ആത്മാനന്ദത്തിൽ ലയിച്ചിരുന്നാൽ ഒന്നും നമ്മളെ അതിൽ നിന്ന് മാറ്റി നിർത്തില്ല, സാധിക്കില്ല. ഒരു ശക്തിക്കും നമ്മളെ ചലിപ്പിക്കാൻ സാധിക്കില്ല. നമ്മളായിട്ട് വേണം അതിൽ നിന്ന് ബാഹ്യലോകത്തിലേക്ക് വരണമെങ്കിൽ ഉണരുവാൻ. അത് പറഞ്ഞ മാതിരി എത്രയോ സാധന കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നും പറയുന്നു. പക്ഷെ സാധിക്കും എന്ന് ഗുരുനാഥന്മാര് അവരുടെ ജീവിതത്തിൽ കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഭോഗവസ്തുക്കളെ അനുഭവിക്കുന്നത് എല്ലാവർക്കും സാധിക്കുമല്ലോ. ആർക്കാ സാധിക്കാത്ത? എല്ലാവർക്കും സാധിക്കും. ഒരു വിദ്യാഭ്യാസവും വേണ്ട, ഒരു ജ്ഞാനവും വേണ്ട, ഒന്നും വേണ്ട. ലോകത്തിൽ കാണുന്ന ഭോഗവസ്തുക്കളെ അനുഭവിക്കാൻ ആരും പഠിപ്പിക്കുകയും വേണ്ട. എല്ലാ ജീവികളും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ചിന്തിക്കുന്നവരോട് മനുഷ്യജന്മം ആണ് ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ അതിൽ അവര് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് മനുഷ്യധർമ്മം ശ്രേഷ്ഠം എന്ന് അവർ പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാ ജീവികളും ഭോഗവസ്തുക്കളെ അനുഭവിച്ചു തന്നെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പാശ്ചാത്യരുടെ ആ ഒരു വാദത്തിലേക്ക് നമുക്ക് പോകണ്ട. നമുക്കിവിടെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് എന്തുകൊണ്ട് മനുഷ്യജന്മം ശ്രേഷ്ഠം എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ മതി. അപ്പൊ ശങ്കരാചാര്യസ്വാമികള് വിവേക ചൂടാമണി വഴി ആധ്യാത്മിക പരിപൂർണത നേടുവാൻ വേണ്ടതായ വിവേകജ്ഞാനത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ വക ശ്ലോകങ്ങളെ ഇതിലോട്ട് ഉദ്ധരിക്കുമ്പോൾ. അപ്പൊ ഇതില് പൗരുഷത്തെ കുറിച്ച് പറഞ്ഞു. ഇത് പല പല തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഈ തെറ്റിദ്ധാരണകള് വൈദിക തത്വങ്ങളുടെ പേരിൽ ഉയർത്തി കാണിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു പലരും. പണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന ചിലർ സ്ത്രീവർഗത്തെ പ്രത്യക്ഷത്തിൽ അധിക്ഷേപിക്കാനുള്ള ഒരു ആയുധമായി ഈ ശ്ലോകത്തെ വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. വിചാരരഹിതമായ പഠനം കൊണ്ട് സ്ത്രീകൾ വേദാന്ത പഠനത്തിനും ആത്മജ്ഞാനത്തിനും അർഹരല്ല എന്ന് കരുതപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടായി. ഇപ്പോഴും അത് പൂർണ്ണമായി മാറി എന്ന് പറയാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും സ്ത്രീകൾ വേദം പഠിക്കരുത്, സ്ത്രീകൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ആ പൂജ ചെയ്യരുത്, ഈ പൂജ ചെയ്യരുത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത്രയും നമ്മൾ മുന്നോട്ട് വന്നിട്ടും ഇപ്പോഴും സ്ത്രീകളെ ഈ ഈശ്വര വിചാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം നിലനിന്ന് വരുന്നു എന്നുള്ളത് വളരെ കഷ്ടം തന്നെയാണ്. അപ്പൊ എന്താണ് ഇവിടത്തെ ഈ പുംസ്ത്വം എന്ന വാക്കുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ ഉദ്ദേശിച്ചത് എന്നാൽ അത് ധൈര്യം, വിവേകം, വൈരാഗ്യം, ശാന്തി, സമാധാനം, സന്തോഷം ഇവയോട് കൂടിയ ഒരു പൗരുഷം എന്നാണ് അതിന് പറയുന്നത്. എന്തൊക്കെയാണത്? ധൈര്യം, വിവേകം, വൈരാഗ്യം, ശാന്തി, സമാധാനം, സന്തോഷം. അപ്പോ സ്ത്രൈണഭാവങ്ങളല്ല ഇത്. അതുകൊണ്ടാണ് ഇതിനങ്ങനെ പറഞ്ഞത്. ശ്രൈണഭാവങ്ങളല്ല. ധൈര്യം ശ്രൈണഭാവമല്ല. അതുകൊണ്ട് ഇത് സ്ത്രീകൾക്ക് പറ്റില്ല എന്ന് പറയും. അങ്ങനെയല്ലല്ലോ. ധൈര്യമുണ്ടല്ലോ. ആരാണ് സ്ത്രീകൾക്ക് ധൈര്യമില്ലേ? ധൈര്യമുണ്ട്. സ്ത്രീകൾക്ക് വിവേകമില്ലേ? വിവേകമുണ്ട്. സ്ത്രീകൾക്ക് എന്നാ വൈരാഗ്യം സാധിക്കില്ലേ? സാധിക്കും. അവർക്കെന്നാ ശാന്തി അവർക്ക് ഉണ്ടാക്കാനും ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കില്ലേ? സാധിക്കും. സമാധാനമായിട്ട് ജീവിക്കാനും മറ്റുള്ളവർക്ക് സമാധാനം പകരുവാനും സ്ത്രീകൾക്ക് സാധിക്കില്ലേ? സാധിക്കും. അപ്പോ ഇതെല്ലാം ആ ഏതൊരു സ്ത്രീയിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടോ, ധൈര്യം, വിവേകം, വൈരാഗ്യം, ശാന്തി, സമാധാനം, സന്തോഷം, ഇവയെല്ലാം ഏത് സ്ത്രീയിലുണ്ടോ ആ സ്ത്രീയും ഈ പുംസ്ത്വം എന്നുള്ള ആ പദത്തിന്റെ അർത്ഥത്തിനകത്ത് വരുന്നതാണ്. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതേസമയം ധൈര്യം, വിവേകം, വൈരാഗ്യം, ശാന്തി, സമാധാനം, സന്തോഷം ഇവയില്ലാത്ത ആണുങ്ങൾ, പുരുഷന്മാർ
ഈ പറഞ്ഞ പുംസ്തത്തിനകത്ത് വരാൻ യോഗ്യതയില്ലാത്തവരും ആണ്. അതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു വ്യാഖ്യാനം. ഇപ്പൊ ഓരോരോ കാര്യങ്ങൾക്ക്, ഓരോ ജോലികൾക്ക് ഓരോരുത്തരെ തെരഞ്ഞെടുക്കുമ്പോൾ ഓരോരോ കഴിവനുസരിച്ച് എടുക്കുന്നത്. പോലീസിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരാളെ അവിടേക്ക് വെച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ്, ആ മനുഷ്യന്റെ ഗുണങ്ങളും അയാളുടെ കഴിവുമെല്ലാം ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുമ്പോൾ നോക്കുമോ? ഇല്ല. രണ്ടിനും രണ്ട് തരത്തിലേക്ക് വെവ്വേറെ യോഗ്യതകളാണ് കണക്കാക്കുന്നത്. എഞ്ചിനീയറിംഗിന് പോകേണ്ട ആള് കായികമായിട്ടൊരു പോലീസുകാരന്റെ പോലെ അത്രയും ശക്തിയും ധൈര്യവും ബലവുമുള്ള ആളായിരിക്കണം എന്നില്ല. അയാളുടെ സ്കിൽ വേറെ സൈസിലാണ്. അതുപോലെ ഏത് ജോലിക്കാണെങ്കിലും നമുക്ക് നോക്കിയാൽ അറിയാം, ഓരോന്നിനും ഓരോ തരം യോഗ്യതകളാണ് നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ യോഗ്യത ആരിലുണ്ടോ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ആ യോഗ്യത ആരിലുണ്ടോ അവരെ അവിടെ സെലക്ട് ചെയ്യാം. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോ കുറെ മാറ്റങ്ങൾ വന്നില്ലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലാ ജോലികളിലും ഇപ്പോ സ്ത്രീകളുണ്ട്. ഒരു കാലത്ത് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന എല്ലാ മേഖലകളിലും സ്ത്രീകള് ധാരാളമായിട്ട് ഇപ്പോൾ ആ പുരുഷ മേധാവിത്വം മാറിയിട്ട് സ്ത്രീകള് ധാരാളമായിട്ട് അവിടെയൊക്കെ പ്രവേശിച്ചിട്ടുണ്ട്. അവരുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മികവ് പ്രകടിപ്പിച്ച് മുന്നേറുന്നുമുണ്ട്. അപ്പോ പിന്നെ ആത്മീയ പാതയിൽ മാത്രം എന്താണ് അങ്ങനെ മാറ്റി നിർത്താൻ? ആർക്കാണ് അങ്ങനെ മാറ്റി നിർത്താൻ അധികാരമുള്ളത്? ആർക്കുമില്ല. മാറ്റി നിർത്തലിനെ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ആത്മീയത ശാരീരികമായിട്ട് നേടേണ്ടതല്ല. ആണോ? ആത്മീയത ശാരീരികമായിട്ട് നേടേണ്ടതല്ലല്ലോ. കായിക ബലം കൊണ്ട് നേടേണ്ടതാണോ? മസിൽ പവർ കൊണ്ട് നേടേണ്ടതാണോ? അല്ല. ഇത് മനസ്സിനെയും മസ്തിഷ്കത്തെയും സംബന്ധിച്ച് നടക്കുന്നൊരു കാര്യമാണ്. ആ ഒരു പുരുഷത്വമാണ് ഇവിടെ പറഞ്ഞത്. ഒരു ആത്മീയ പാതയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വേണ്ടതായ ധൈര്യം. അതെന്ത് ധൈര്യമാണ്? ആത്മീയ പാതയിലേക്ക് വരുമ്പോ എന്താണ്? സാധനകൾ അനുഷ്ഠിക്കാനുള്ളൊരു, ഞാൻ അതിൽ ആ വഴിയിൽ മുന്നേറും എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി പോകുവാനുള്ള ധൈര്യം. അതിന് കായികമായ ബലമല്ലല്ലോ. ശമതമാദികള്, വിവേകം എങ്ങനെയാ? വിവേകത്തിന് ശരീരബലമാണോ ആവശ്യം? മസിൽ പവറാണോ ആവശ്യം? വിവേകത്തിന് അല്ല. അപ്പൊ അത് സ്ത്രീക്ക് ഉണ്ടാവില്ലേ വിവേകം? നന്നായിട്ടുണ്ടാവും. പിന്നെ യമനിയമങ്ങൾ എന്താണ്? മനസ്സിനെ നിയന്ത്രിക്കലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലും. അതിനും മസിൽ പവർ അല്ലല്ലോ. അപ്പൊ എന്താ പറ്റില്ലേ? സ്ത്രീകൾക്ക് പറ്റും. ഇങ്ങനെയൊക്കെ നോക്കുമ്പോ ഈ ആത്മീയ പാതയിൽ മുന്നേറുന്നതിന് ഒരിക്കലും ഈ ലിംഗഭേദം ബാധകമല്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം ബാധകമല്ല എന്നുള്ളത് മാത്രമല്ല, മാറ്റി നിർത്തപ്പെടുന്നു നിങ്ങൾ യോഗ്യരല്ല എന്ന് പറഞ്ഞു. അത് തീർത്തും തെറ്റാണ്. യോഗ്യത പരിശോധിച്ചാൽ അറിയാം യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഭക്തി ഏറ്റവും കൂടുതൽ കാണുന്നത്, ആ ഒരു വികാരം, ഭക്തി എന്ന വികാരം കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ്. ദയ കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ്. കരുണ കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ്. വാത്സല്യം കാണുന്നത് സ്ത്രീകളിലാണ്. ഇങ്ങനെ ആത്മീയപാതയിലേക്ക് മുന്നേറുവാൻ വേണ്ട പ്രാഥമികമായ ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് സ്ത്രീകളിലാണ്. ഭഗവാന്റെ സൃഷ്ടിയിൽ തന്നെ ആ മാതൃത്വം, അതിനുള്ള കഴിവ് കൊടുത്തിട്ടുള്ളത് സ്ത്രീക്കല്ലേ, പുരുഷനല്ലല്ലോ തന്നിരിക്കുന്നത് മാതൃത്വത്തിന്റെ കഴിവ്. ആ മാതൃത്വം സൃഷ്ടി നിലനിൽക്കപ്പെടുന്നത് സകലമായ ജീവികളിലുമുള്ള മാതൃത്വം, അതിലൂടെയാണ് സൃഷ്ടി നിലനിൽക്കുന്നത്. ഒരു കുഞ്ഞുണ്ടായി അതിനെ
പാലൂട്ടി വളർത്തി സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത്. അത് മാതൃത്വത്തിന്റെ ഒരു പ്രത്യേക എന്താ പറയുക, അതിനൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ഓരോ പക്ഷിമൃഗാദികള് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും കൊണ്ടു നടക്കുന്നതും വളർത്തുന്നതും ഒക്കെ. ഈ ഒരു ഭഗവാന്റെ ഈ ഒരു സൃഷ്ടി അത് ആ സ്ത്രൈണമായിട്ടുള്ള ആ അമ്മയിലല്ലേ നിക്ഷിപ്തമായിരിക്കുന്നത്, അച്ഛനിലല്ലല്ലോ. അങ്ങനെയുള്ള സൃഷ്ടി ഭഗവാന്റെ ഏറ്റവും മികച്ച സൃഷ്ടി എന്ന് തന്നെ പറയാം ആ സ്ത്രീത്വം. ആ സ്ത്രീ ഗർഭധാരണത്തിനുള്ള കഴിവും, ഗർഭം വഹിച്ച് 10 മാസം ഗർഭം, ഓരോ ജീവികളും ഓരോ രീതിയിൽ ഗർഭം കൊണ്ട് നടന്ന് ഗർഭത്തിൽ നിന്ന് പുതിയ അതാത് വർഗത്തിലുള്ള പുതിയ കുഞ്ഞുങ്ങളെ ഉണ്ടായി അതിനെ സംരക്ഷിച്ച് ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഏതിലും സസ്യത്തിലും അങ്ങനെയാണല്ലോ, സസ്യലതാദികളിലും അങ്ങനെയാണ്. അങ്ങനെയുള്ള മഹത്വപൂർണമായ ആ സ്ത്രീത്വം എന്നതിന് ഇവിടെ ഒരു കുറവായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇത് ജപിക്കരുത്, അത് ജപിക്കരുത്, ഇത് ജപിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മോശമാണ്. ഇനി ഇത്രയും വിദ്യാഭ്യാസം വന്ന് ഇത്രയും കാലം മുന്നോട്ട് പോയി ഇത്രയും ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു തെറ്റായ പ്രവണതയെ മാറ്റിയെടുക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദ്രോഹമാണ് സമൂഹത്തോട്. ഒരു സ്ത്രീയും പുരുഷനും കൂടുമ്പോൾ മാത്രമേ അവിടെ ഒരു പൂർണ്ണത വരുന്നുള്ളൂ. അതാണ് ശിവനും ശക്തിയും കൂടുമ്പോഴേ പൂർണ്ണതയുള്ളൂ. അർദ്ധനാരീശ്വര സങ്കല്പവും അത് തന്നെയല്ലേ. ഭഗവാനെ ശിവശക്തി സ്വരൂപനായി ഭഗവാനെ കാണുന്നതും അത് തന്നെയല്ലേ. അതിന് സാധാരണ പറയുന്നത് എല്ലാ മനുഷ്യരിലും ശൈവാംശവും ശക്തയംശവും ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരിലും രണ്ടും ഉണ്ട്. പക്ഷെ ആണുങ്ങളില് ശൈവ അംശം കൂടുതലായിട്ടും സ്ത്രീകളില് ശക്തയമായിട്ടുള്ള അംശം കൂടുതലായിട്ടും ഇരിക്കും. അപ്പോ ആണുങ്ങൾക്ക് ഏറ്റവും ആവശ്യം എന്താണ്? ഒരു പരിചരണം, ഒരു നല്ല വാക്ക്, ഒരു തലോടല്, ഒരു ശാന്തമായിട്ടുള്ള ഉപദേശങ്ങള്, അങ്ങനെ കുറെ എന്താ പറയുക, ഒരു നല്ല ഒരു പരിചരണം കിട്ടുന്ന ഒരു സമീപനമാണ് ആണുങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതൊരു സ്ത്രീക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഈ ശൈവാംശം കൂടുതലും ശക്തയം കുറവുമായതിനെ പരിഹരിക്കപ്പെടുന്നത് വിവാഹത്തിലൂടെ ഒരു സ്ത്രീയെ ലഭിക്കുമ്പോൾ ഈ കുറവുകള് ഇവിടെ നികത്തപ്പെടും. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു ശിവശക്തി സ്വരൂപത്തിലേക്ക് വരും. അതുപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആവശ്യം? ഒരു സുരക്ഷിതത്വം, ഒരു ധൈര്യം, ഒരു സമാധാനം, ഒരു സംരക്ഷണം, ഒരു കുടുംബത്തെ മുന്നോട്ട് നോക്കി കൊണ്ടുപോകുവാനുള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള സമാധാനം. ഇതൊക്കെ അപ്പുറത്തേക്ക് കിട്ടും. അവിടെ ഉള്ളത് എന്താണ്? ദയാകാരുണ്യം, ഇങ്ങനെയുള്ള വാത്സല്യം, ഇങ്ങനെ സ്ത്രൈണമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടേക്ക് പൗരുഷമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചേരുമ്പോൾ അവിടെയും പൂർണ്ണതയായി. ഇതാണ് ഒരു വിവാഹ ജീവിതത്തിലും സംഭവിക്കുന്നത്, ആ പൂർണ്ണത വരുന്നത്. അതുകൊണ്ടാണ് വിവാഹത്തിനെ ഇത്രയും വലിയ ശ്രേഷ്ഠമായ ഒരു കർമ്മമായിട്ട് പണ്ടുകാലം മുതലേ വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിനെ ശരിയായിട്ട് മനസ്സിലാക്കാതെ ഓടിപ്പോയി വിവാഹം കഴിക്കും, ഓടിപ്പോവുക, എന്താ പറയുക, ലിവിങ് ടുഗദർ ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന സന്താന പരമ്പര തീർത്തും മോശമായ ബിഹേവിയറിലായിരിക്കും. കാരണം അവിടെ ഒരു ദൈവികത്വം ഇല്ല. ഇതൊന്നും മനസ്സിലാക്കാതെ കൊണ്ടുള്ള വെറും ശാരീരികമായ ബന്ധപ്പെടൽ കൊണ്ടുണ്ടാകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. നേരെ മറിച്ച് എത്രയോ ആൾക്കാരെ വിളിച്ച് അമ്പലത്തിൽ വെച്ച് വൈദിക കർമ്മങ്ങളോടുകൂടി ഒന്നും വേണ്ട, ഒന്നുമില്ലെങ്കിൽ ഒരു വിളക്ക് കൊളുത്തി അഗ്നിസാക്ഷിയായി ആ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും വന്ന് അനുഗ്രഹിച്ച്
അവരുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും പാദങ്ങളിൽ നമസ്കരിച്ച്, ഗുരുനാഥന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ച്, പ്രായമായവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച്, അവരുടെ അനുഗ്രഹത്തോടു കൂടി ഒരു വിവാഹം നടക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് അവരാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. ഇതിങ്ങനെ തുടർന്ന് പോകുന്നൊരു പ്രക്രിയ വരുമ്പോഴാണ് നല്ല ഒരു സമൂഹം ഉണ്ടാകുന്നതും നല്ല രീതിയിൽ എല്ലാവർക്കും സമാധാനം ലഭിക്കുന്നതും. അതില്ലാതെ പോയതിന്റെ ദുരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത്രയും പറഞ്ഞത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഇവിടെ പറയുന്ന പുംസ്ത്വം എന്ന വാക്ക് ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത എന്നുള്ളതില് ആ പുംസ്ത്വം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ്, ഈ വക ക്വാളിറ്റീസിനെയാണ് ഉദ്ദേശിച്ച്. കാരണം സ്ത്രീ മൃദുലതയുടെയും രാഗത്തിൻ്റെയും ഭാവങ്ങളുടെയും ഉത്കണ്ഠയുടെയും പ്രതീകമാണ്. അപ്പോ അവർക്കെങ്ങനെ ഇതൊക്കെ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് അവർക്കും സാധിക്കുമെന്ന് എത്രയോ പേർ തെളിയിച്ചിട്ടുണ്ട്. ആത്മീയപാതയിൽ വന്ന മുൻകാലത്തിലുള്ളവർ എത്രയോ പേർ അത് കാണിച്ചു തന്നിട്ടുണ്ട്. അവർക്കും ആത്മീയപാത പറ്റും, പറ്റായകയില്ല എന്ന്. ഇപ്പൊ ബാഹ്യമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കാരണങ്ങളല്ല ആധ്യാത്മിക ഉന്നതിക്ക് എടുക്കേണ്ടത്. പിന്നെ ചില സന്ദർഭങ്ങളില് ഇപ്പോ കാട്ടിൽ പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള സാധനങ്ങൾക്ക് ചിലപ്പോൾ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാകാം. പക്ഷേ ഇവിടെ ഏത് വഴിയിൽ കൂടി പോയാലും മോക്ഷത്തിലേക്ക് എത്താം എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് വഴികൾ ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്കത് പറ്റില്ല, നിങ്ങൾക്കിത് പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവനവന്റെ ശാരീരികമായ അവസ്ഥയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ ഇവിടെ ഉണ്ട്. ഇത് ഉണ്ടാകുന്നത് മാനസികമായ ബൗദ്ധികമായ തലത്തിലാണ് ഈ മുക്തി ഉണ്ടാകുന്നത്, മോക്ഷം വരുന്നത്. ശരീരത്തിലല്ലല്ലോ മോക്ഷം ഉണ്ടാകുന്നത്. മോക്ഷം എന്നത് മനസ്സിൽ ബൗദ്ധിക തലത്തിലാണ് ഉണ്ടാകുന്നത്. അത് ആണിനും പെണ്ണിനും വ്യത്യാസമൊന്നുമില്ല. കുറച്ചുകൂടെ, ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ സുഗമമായത് സ്ത്രീകൾക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ പുംസ്ത്വം എന്നുള്ളതിനെ ആ രീതിയിൽ വേണം മനസ്സിലാക്കാൻ. ഇനി വിപ്രത എന്നൊരു വാക്ക് വരുന്നു. വിപ്രത എന്ന പ്രയോഗത്തിനോ അതും ഇതേമാതിരി ചില മോശമായ ആചാരങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കാരണം എന്താണ്? വിപ്രത, വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു പ്രത്യേക ജാതിയിൽ പിറന്നവർ എന്ന് പറഞ്ഞാൽ, തലമുറകളായിട്ട് ഒരേ ജാതിയിൽ ജനിച്ചു വരുന്നവരെ വിപ്രൻ എന്ന് പറഞ്ഞു വെച്ചു. അതും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിപ്രന് മാത്രമേ പറ്റുള്ളൂ എന്നായി. പോയില്ലേ, തകരാറായി, മൊത്തത്തിൽ പ്രശ്നമായി. വിപ്രന് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ? ഇവിടത്തെ വിപ്രൻ എന്നുള്ള വാക്കുകൊണ്ട്, വിപ്രത എന്നുള്ള വാക്കുകൊണ്ട് എന്താണ്? ബ്രാഹ്മണ്യം. ആചാര്യസ്വാമികൾ അത് ഉദ്ദേശിക്കുന്നത് മനോവികാസത്തോടും സാത്വിക പ്രവൃത്തിയോടും കൂടിയ വ്യക്തികൾ ആണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിപ്രത എന്ന വാക്ക് ഏതെങ്കിലും ഒരു ബ്രാഹ്മണ കുലത്തില് ജനിച്ചിട്ട് അതുകൊണ്ട് ഒരു ഗുണമൊക്കെ ഇട്ടുകൊണ്ട് മാത്രം ഉണ്ടായൊരു വിപ്രതയല്ല ഉദ്ദേശിച്ചത്. ഇവിടെ പറയുന്ന വിപ്രത യഥാർത്ഥ അർത്ഥത്തില് മനോവികാസത്തോടും സാത്വിക പ്രവൃത്തിയോടും കൂടിയുള്ള ഒരു വ്യക്തിത്വം, അതാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ആ വിപ്രതയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കാരണം ഒരു വേദാന്തിയുടെ ലക്ഷണം എന്താണ്? സന്തോഷം, സമാധാനം, ശാന്തി. ഇതാണ് ശരിക്കും ഒരു ഉത്തമനായ വേദാന്തിയുടെ സാത്വിക ഗുണങ്ങൾ. സ്വഭാവ രീതി അനുസരിച്ച് മനുഷ്യനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. മൃഗമനുഷ്യൻ, മനുഷ്യൻ, ഈശ്വര മനുഷ്യൻ. ഈശ്വരാർപ്പണ ശക്തി, ശാന്തത,
സമാധാനം, ഇങ്ങനെയുള്ള യോഗ്യത ഉള്ളവൻ ആരാണോ അവനാണ് മനുഷ്യൻ. മനുഷ്യന് മാത്രമേ പരിശ്രമം കൊണ്ട് ഈശ്വര മനുഷ്യനായി ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ സാധിക്കുകയുള്ളൂ. ആലോചിച്ചറിയാലോ, മൃഗമനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ അത് കാണുന്ന ഇപ്പൊ നമ്മൾ മുമ്പ് നമ്മുടെ പത്രമെടുത്താൽ കാണുന്നത് മൃഗമനുഷ്യരുടെ കഥയാണ്. മനുഷ്യരുടെ കാര്യങ്ങളൊന്നും പത്രത്തിൽ വരാറില്ല. മനുഷ്യന് മാത്രമേ ഈശ്വര മനുഷ്യനായിട്ട് ഉയരാൻ പറ്റൂ. അതായത് ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആത്മാവിനെ തിരിച്ചറിഞ്ഞാൽ ഈശ്വരൻ തന്നെ. ഭഗവാൻ ബാബ എപ്പോഴും പറയും, ഞാൻ ഈശ്വരനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ ഈശ്വരനാണ് എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കി തരുവാനാണ് ഞാൻ വന്നത് എന്ന് ഭഗവാൻ പറയും. എത്ര സിമ്പിളായിട്ടാ പറഞ്ഞു തന്നിരിക്കുന്നത്. രമണ മഹർഷി പറയും, ഞാൻ ആര് എന്ന് പാര്, ഞാൻ ആര് എന്ന് പാര്, എന്ന് വിചാരിത്ത് പാര്. എപ്പോഴും പറയും ഞാൻ ആരെ എന്ന് നോക്കാൻ. അപ്പൊ ഞാൻ ആരെന്നറിഞ്ഞാൽ ആരായി? ഞാൻ ഈശ്വരനായി. അപ്പൊ അവിടെ ജീവാത്മ പരമാത്മ ഐക്യമായി. അപ്പോ സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനാണ് യഥാർത്ഥ വിപ്രൻ. ആ വാക്കും അങ്ങനെ മനസ്സിലാക്കണം. ആരാണോ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് അദ്ദേഹം വിപ്രൻ. ആർക്കാണോ അതിനുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായി, അപ്പോൾ അയാൾ വിപ്രനായി കഴിഞ്ഞു. ആത്മസാക്ഷാത്കാരം വേണം എന്നൊരു ചിന്ത ഉണ്ടായാൽ ആ സമയം അയാൾ പിന്നെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ അങ്ങനെ ഒരു നല്ലൊരു മാർഗത്തിൽ കൂടി പോയാൽ മാത്രമേ, ധർമ്മപരമായൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇങ്ങനൊരു ചിന്ത ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാൾ വിപ്രൻ. പിന്നെ പറയുന്നത് വൈദിക ധർമ്മമാർഗപരത എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരവും ഹൃദയത്തിന്റെ ശാന്ത ഗുണങ്ങളും ബുദ്ധിയും ഒത്തുചേർന്നാൽ പ്രാഥമികമായ ഉപാധികൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇത്രയും ഒത്തുചേരുമ്പോ എന്തായി? ആദ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആയി. പിന്നീട് അവയെ ബുദ്ധിപൂർവം ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് ഓരോരുത്തരുടെയും കടമ. അതിന് എവിടെയാണ് മാർഗനിർദ്ദേശം കിട്ടുക? അതിനാണ് വേദം പഠിക്കണം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കിട്ടി, മനുഷ്യ ശരീരം കിട്ടി, ആവശ്യമുള്ള ബുദ്ധിയുണ്ട്, വിവേകം ഒക്കെ വരുന്നുണ്ട്. അപ്പോ ആണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതിരിക്കുമ്പോഴാണ് വേദങ്ങള് നമ്മളെ സഹായിക്കുന്നത്. എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം നേടുക, അതിനുള്ള മാർഗങ്ങൾ എന്ത് എന്ന് വേദം, ആ വേദശാസ്ത്രം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. പക്ഷേ ഈ വേദത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വേദാന്തമാണ്, ഈശ്വര സാക്ഷാത്കാരത്തെ നേടിത്തരുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നവർ ചുരുക്കമാണ്. നിസ്വാർത്ഥ സേവനങ്ങളാൽ, നാമം, ജപം, യാഗം, പൂജാദികൾ എന്നിവയാൽ അതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ആ ഒരു മാർഗത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത് ഓർക്കണം. ഇപ്പൊ നമ്മള് കാണുന്നത് ഈ അന്ധക്കരണ ശുദ്ധി നേടാൻ വേണ്ടിയിട്ടല്ല പലരും നാമജപം ചെയ്യുന്നതും വഴിപാടുകൾ നടത്തുന്നതും പൂജാദികൾ ചെയ്യുന്നതും ജപപാദികൾ ചെയ്യുന്നതും. ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? പല ലൗകിക സുഖങ്ങളെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ധാർമ്മികമായിട്ടാണ് അവർ ആലോചിക്കുന്നത്. ധാർമ്മികമായിട്ടുള്ളൊരു കാര്യമല്ല ഈശ്വരനോട് ചോദിച്ച് ഈശ്വരൻ തരുന്ന വഴിയിൽ കൂടി അത് നേടുക, ഈശ്വരൻ പറഞ്ഞ രീതിയിൽ നേടുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നമുക്ക് തന്നെ നല്ല രീതിയിൽ ഈശ്വര വിശ്വാസത്തോടു കൂടി പോകുന്നവരുടെ വിശ്വാസത്തെ തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ സമൂഹത്തില് ഏറ്റവും മോശമായിട്ട് കൈക്കൂലിയും മറ്റും മേടിച്ച് ജീവിക്കുന്നവർ നമ്മുടെ മുമ്പിൽ തന്നെ എല്ലാവരും കാണലെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് കുറെ പൈസ ഇടുകയും വഴിപാടുകൾ ചെയ്യുകയും അമ്പലത്തിനെ മൂടി പിടിപ്പിക്കുകയും പല കാര്യങ്ങളും ചെയ്യുന്നത് കാണാം.
ഒരു വശത്ത് ഇങ്ങനെ ക്ഷേത്രങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണാം, ഒരു വശത്ത് അധാർമികമായിട്ടുള്ള ജീവിതം നയിക്കുന്നതും കാണാം. ഇത് കാണുമ്പോൾ വിശ്വാസികൾക്ക് ഒരുപാട് ആ വിശ്വാസത്തിന് കോട്ടം വരുന്ന വിധത്തിലുള്ള ചിന്തകൾ മനസ്സിലുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ തത്വമുണ്ട്. ഈ ജന്മത്തിൽ അയാൾ കാണിക്കുന്ന പ്രവൃത്തി കൊണ്ട് അയാളുടെ കയ്യിൽ വരുന്ന സമ്പത്ത് അതൊന്നുമല്ല ഇവിടെ ഇപ്പോൾ അയാൾ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന ആ ഈശ്വരന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന് വേണ്ടി അവിടെ ചെലവാക്കുന്നു എന്ന് കാണിക്കുന്ന അതിന്റെ ആധാരം. ആ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എന്താ വെച്ചാൽ കൈക്കൂലി മേടിക്കുന്ന ഒരാൾക്കും അതിന്റെ ഒരു ഭാഗം അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണം എന്ന് തോന്നണമെങ്കിൽ പൂർവജന്മത്തില് ഇയാൾ എവിടെയെങ്കിലും കുറച്ച് നന്മ ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഈ കൈക്കൂലി മേടിക്കുന്ന മുഴുവൻ പൈസയും അയാള് ആർഭാടമായിട്ട് ജീവിക്കാനും ആർക്കും സഹായിക്കാതെ കണ്ടും സ്വന്തം ഭോഗത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കും. അപ്പൊ സ്വന്തം ഭോഗത്തിന് മാത്രമായി ഉപയോഗിക്കാതെ കുറച്ചെങ്കിലും സ്വല്പം പൊക്കച്ചതിന് വേണ്ടിയിട്ടായിരിക്കാം, എന്താ പറയാ, ഞാൻ ആളാവുക എന്നുള്ളതൊക്കെ പറയുമല്ലോ നമ്മള്, ആളാകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അങ്ങനെയെങ്കിലും കുറച്ച് അതിൽ നിന്ന് മാറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലും പഴയ ജന്മങ്ങളിലെ ചെറിയൊരു പുണ്യം എവിടെയെങ്കിലും കാണും. ഇപ്പൊ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയുടെ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു സ്പാൻ 100 വർഷത്തെ, മാക്സിമം 100 വർഷത്തേക്ക് ഒരു സ്പാൻ ഒരാൾക്കുള്ളൂ. നേരത്തെ നമ്മൾ പഠിച്ച സഞ്ചിത കർമ്മം 100 വർഷം കൊണ്ടൊന്നും തീരുന്നതല്ല. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഒരു സഞ്ചിത കർമ്മത്തിന്റെ അത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ കേസില് സഞ്ചിത കർമ്മത്തില് പാപമായിട്ടുള്ള ഭാഗങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, പാപകർമ്മങ്ങൾ ചെയ്ത് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ ഇനി മനുഷ്യജന്മം പോലും കിട്ടിയെന്ന് വരില്ല, നികൃഷ്ടമായ ജന്മം ഉണ്ടാവും. അപ്പോഴാണ് ഇവിടെ മനസ്സിലാക്കേണ്ടേ നരജന്മം ദുർലഭമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ അങ്ങനെ അധാർമികമായിട്ടുണ്ടാകുന്ന പൈസ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് ആ കാർമിക് ലോ, കർമ്മതത്വത്തിന് മാറ്റമൊന്നും വരുന്നില്ല. അവിടെ തത്വമൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിച്ചോളും. കാരണം ആ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈശ്വരനാണ്. ആ നിയമത്തിന് ഒരു മാറ്റവുമില്ല. ആ നിയമം അതനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രവൃത്തിയും, ഒരു ക്ഷേത്ര ദർശനം, ഒരു തീർത്ഥാടനം, ഒരു പൂജ, ദിവസവും ചെയ്യുന്ന നാമജപം, ഇതെല്ലാം നമ്മുടെ അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കണം. അന്ധക്കരണ ശുദ്ധി അതിൽ കൂടി ഉണ്ടാകണം. പിന്നെ നമ്മുടെ കർമ്മങ്ങളെ നിഷ്കാമമായിട്ട് ചെയ്യാനുള്ള ആ വിവേകവും ഇതിൽ കൂടി ഉണ്ടാകണം. നിഷ്കാമ കർമ്മം ചെയ്യാൻ പഠിക്കണം. അത് പഠിക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തി പുറത്ത് ചെയ്യുന്നതിലല്ലല്ലോ. ഒരു കർമ്മത്തെ നിഷ്കാമമാക്കുന്നത് എവിടെയാ? അകത്താണ്, ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലാണ് ആ നിഷ്കാമ ആയി മാറ്റുന്നത്. ഒരു കർമ്മത്തെ, ചെയ്യുന്ന കർമ്മത്തെ നിഷ്കാമമാക്കി മാറ്റുന്നത് ഉള്ളിലാണ്. ആ കർമ്മത്തോടുള്ള സമീപന, കർമ്മഫലത്തോടുള്ള സമീപനമാണ് മാറ്റേണ്ടത്. അപ്പോ ഈ പൂജകൾ കൊണ്ടും ജപങ്ങൾ കൊണ്ടും യാഗങ്ങൾ കൊണ്ടും ക്ഷേത്ര ദർശനം കൊണ്ടുമെല്ലാം മനസ്സിനകത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ നിഷ്കാമമാക്കി മാറ്റുവാനുള്ള ആ ശക്തി എനിക്ക് ഉണ്ടാക്കിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ആത്മജ്ഞാന അനുഭവത്തിന് പിന്നെ വേണ്ട ഒരു കാര്യമാണ് ഏകാഗ്രത. ഏകാഗ്രതയും കൂടി വന്നാലേ ഇതിന്റെ ഓരോ സ്റ്റെപ്പും നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ ഇതിനകത്ത് വിദ്വത്വമസ്മാൽ പരം എന്നൊരു വാക്ക് വരുന്നുണ്ട് 4ാമത്തെ വരിയില്. ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത തസ്മാത് വൈദിക ധർമ്മമാർഗപരത വിദ്വത്വമസ്മാൽ പരം. വിദ്വത്വം എന്നാണ് വിദ്വത്വം ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേദശാസ്ത്ര പരിജ്ഞാനം.
അതാണ് വിദ്വത്വം. വേദശാസ്ത്ര പരിജ്ഞാനമാണ് ഇവിടത്തെ വിദ്വത്വം. അപ്പൊ സയൻസിൽ PhD എടുത്തിട്ടോ കോമേഴ്സിൽ PhD എടുത്തിട്ടോ വന്നാൽ അത് വിദ്വത്വമായിട്ട് ഇവിടെ കണക്കാക്കില്ല. ഇത് ലക്ഷ്യസ്ഥാനത്തെ കാണിക്കുന്നതും മാർഗനിർദ്ദേശം ചെയ്തു തരുന്നതും ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ഉപനിഷത്തുക്കൾ. അപ്പൊ വിദ്വത്വം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിന്റെ പഠനം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞ സത്യാസത്യങ്ങളെയും ചേതനാചേതനങ്ങളെയും തമ്മിൽ തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്യുവാൻ സാധ്യമാകണമെങ്കിൽ ഉപനിഷത്ത് പഠനം കൂടിയേ തീരൂ. അപ്പോ വിദ്വത്വം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ പഠനത്തെയാണ്, അത് പഠിച്ചുണ്ടാകുന്ന അറിവിനെയാണ് ഇവിടെ വിദ്വത്വം എന്ന് പറയുന്നത്. അങ്ങനെ ആ വേദാന്ത പഠനത്തിലൂടെ അത് തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ താമസിയാതെ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകും. അപ്പൊ ശരിയായ ജീവിതം നയിച്ച് ആത്മശുദ്ധി വരുത്തി ഉയർന്നുയർന്ന് പരമാത്മാവുമായി ഐക്യം പ്രാപിക്കുന്നതിനും ശിവമയമായി തീരുന്നതിനും മനുഷ്യന് സാധിക്കും. ആ അവസ്ഥയെയാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പൊ അത് മനുഷ്യന് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ ആത്മാനാത്മ വിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർന്നോ സതജന്മകോടി സുഹൃതൈ പുണ്യേർവിനാ ലഭ്യത്തെ. എന്താണ് അവിടെ ഒന്നുകൂടെ പറഞ്ഞത്? അവസാനത്തെ വരിയില് ന സിദ്ധ്യത എന്ന് കാണുമ്പോ എല്ലാവരും ഒരു അയ്യോ അതെന്നാ അങ്ങനെ പറയണേന്ന് തോന്നും. പുണ്യേർവിനാ ന ലഭ്യത എന്ന് പറയുമ്പോ അല്ലെ, എന്താണ് അവസാനം ഒരു വരി പറഞ്ഞത്? മുക്തിർന്നോ ശതജന്മകോടി സുഹൃതൈ പുണ്യേർവിനാ ലഭ്യത. പുണ്യേർവിനാ ലഭ്യത എന്നാ പറഞ്ഞത്. പുണ്യേർവിനാ ലഭ്യത. അപ്പൊ ഒരു സംശയം വന്നു. മനുഷ്യരിൽ ആശ ജനിപ്പിച്ച് അവരെ ഉണർത്തി ഉത്സാഹപ്പെടുത്തി പ്രവർത്തിപ്പിച്ച് ഉന്നത പദവിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രചോദനമാണത്രേ ആ വരിയിലുള്ളത്. ഉയർച്ചയിലേക്കുള്ള ഈ ഘോഷയാത്രയിൽ ആരും ചുവടെ നിൽക്കരുത്, ചുവടെ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുകയും വേണ്ട. അപ്പൊ എന്താ ചെയ്യണ്ടേ? വേദാന്തത്തിന്റെ ഈ ആഹ്വാനത്തിൽ ആകർഷണം തോന്നിയിട്ട് അതിലെ യുക്തികളെ മനസ്സിലാക്കി ബുദ്ധിപൂർവം പ്രായോഗികതയിലേക്ക് പകർത്തി മുന്നോട്ട് വരാൻ ശ്രമിക്കണം. അപ്പോ എന്തുണ്ടാവും? അയാൾ തൻ്റെ അവസാനത്തെ ജന്മത്തിൽ എത്തിച്ചേർന്നു എന്നും പൂർവജന്മങ്ങളിലുണ്ടായ പലവിധത്തിലുള്ള പരിണാമങ്ങളുടെ ഫലമായി ഈ അവസ്ഥയെ പ്രാപിച്ചിട്ടുള്ളവനാണെന്നും തീർച്ചയാക്കാം. അങ്ങനെയാണ് മുന്നോട്ട് വരണ്ടേ. ഇങ്ങനെ ലഭിച്ച സന്ദർഭത്തിന് വേണ്ട മാതിരി ഉത്സാഹത്തോടുകൂടി ബുദ്ധിപൂർവം ഉപയോഗിക്കുന്നതായാൽ ജയം തീർച്ചയായും സിദ്ധിക്കുമെന്നാണ് വേദാന്തം പറയുന്നത്. അലസതകളെ ദൂരെ കളയണം, ഉണർന്ന് പ്രവർത്തിക്കണം, ജീവിതത്തെ അഭിമുഖീകരിച്ച് പ്രവൃത്തി മൂലം ഉയർന്ന് പഠിക്കണം, ജീവിതത്തെ നന്നായിട്ട് പഠിക്കണം. അനുഭവമാണ് നമുക്ക് പലതും മനസ്സിലാക്കി തരുന്നത്. അപ്പോ ആ അനുഭവത്തിൽ കൂടി നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാകണം. അങ്ങനെ നിത്യമായ ഒന്നുണ്ട് എന്നുള്ളൊരു ബോധം വരികയും അതെവിടെ നിന്ന് ലഭിക്കുമെന്ന് ആലോചിക്കുമ്പോൾ അതിനുള്ള മാർഗങ്ങൾ വേദാന്തം പറഞ്ഞു തരികയും അതൊരു ഗുരുവിനെ ആഗ്രഹിക്കുകയും ഗുരു
വന്നു ചേരുകയും ചെയ്യും. ഇതാണ് ഈ പദ്യഭാഗം കൊണ്ട് ആചാര്യസ്വാമികൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്തം തതോ വിപ്രത തസ്മാദ് വൈദിക ധർമ്മമാർഗപരത വിദ്വത്വമസ്മാൽ പരം ആത്മാനാത്മ വിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർന്നു ശതകോടി ജന്മ സുഹൃതേ പുണ്യേർവിനാ ലഭ്യതേ. ആ പ്രയത്നം കൊണ്ട് ഇതിലേക്ക് എത്താം. അല്ലാതെ കുറെ പുണ്യം ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ട് മാത്രം പുണ്യസമ്പാദനം കൊണ്ട് മുക്തി ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാ. പാപവും പുണ്യവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പുണ്യം കൂടുന്തോറും പുണ്യം കൊണ്ടുണ്ടാകുന്ന സുഖ അനുഭവങ്ങൾക്ക് വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരും. അതൊന്നുമല്ല വേണ്ടത്. വിവേകം ഉണ്ടായി നിത്യാനിത്യവസ്തു വിവേക മനസ്സിലുണ്ടായി നിത്യമായ ശാശ്വതമായ സുഖം എന്നൊന്നുണ്ട് എന്നറിഞ്ഞ് അത് ആത്മ അനുഭവമാണ് എന്നറിഞ്ഞ് ആത്മാവിനെ കണ്ടറിയൽ, ആത്മാവാണ് ഞാൻ, ഈ ശരീരമല്ല ഞാൻ എന്ന് തിരിച്ചറിയുന്ന ഉപദേശങ്ങള് എല്ലാ ഉപനിഷത്തുകളിലുമുണ്ട്. അതെങ്ങനെ തിരിച്ചറിയും എന്നുള്ളതും ഗുരുശിഷ്യ സംവാദ രൂപേണ പല ഉപനിഷത്തുകളിലുമുണ്ട്. ഇതിനെയൊക്കെ പഠിച്ച് മുന്നോട്ട് വന്ന് അത് ഈ മനുഷ്യജന്മത്തിന് മാത്രമേ സാധിക്കാനുള്ളൂ, മനുഷ്യജന്മത്തിൽ കൂടി മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം എത്രയെത്രയോ കോടി ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് ലഭിച്ചിരിക്കുന്നു മനുഷ്യജന്മം. ഇനി മുന്നോട്ട് പോകേണ്ടത് ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അല്ലാതെ ലൗകിക സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടുകൂടി ജപ തപ യാഗഹോമാദി സാധനകൾ ചെയ്ത് ആഗ്രഹങ്ങൾ കൂട്ടി അതിനു വേണ്ടിയുള്ള പുണ്യം സമ്പാദിച്ച് വീണ്ടും വീണ്ടും ജന്മമെടുക്കുന്ന അവസ്ഥയ്ക്ക്, അത് ഈ ലോകത്തിൽ മാത്രമല്ല പരലോക സുഖം വേണമെന്ന് പ്രാർത്ഥിച്ച് ചെയ്യുന്നവരുണ്ടല്ലോ. നേരത്തെ നമ്മളത് പഠിച്ചു, നേരത്തെ വായിച്ചു നമ്മളത്. ഇഹലോക സുഖം, പരലോക സുഖം, ഇതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നതിൽ 90% പേരും അങ്ങനെ തന്നെയാണ്. ഓരോരോ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. തെറ്റെന്നല്ല, അതുകൊണ്ട് ഉണ്ടാകുന്നത് വീണ്ടും ജന്മമാണ് എന്നുള്ളത് തെറ്റല്ല ഒരിക്കലും. വീണ്ടും ജന്മമാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ജന്മത്തിൽ ഒരു തിരി കത്തും. അത് അനുഭവത്തിൽ കൂടെയാണ് വരിക. അപ്പൊ നമ്മള് ഇതല്ലല്ലോ വേണ്ടിയിരുന്നെന്ന് തോന്നുന്ന ഏത് ജീവനും ആ ഒരു തോന്നൽ ഉണ്ടാകും. അതൊരു ഈശ്വരന്റെ തന്നെ ഒരു നിയമമാണ്. ഒരു ജന്മത്തിൽ ഒരു തോന്നൽ എവിടെയെങ്കിലും വരും. ആ തോന്നലിൽ കയറി പിടിക്കണം. അതേ പിടിച്ച് മുന്നോട്ട്, പെട്ടെന്ന് അതിൽ നിന്ന് പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ മാത്രമേ നമ്മൾ ഇഹലോക സുഖത്തിനോ പരലോക സുഖത്തിനോ വേണ്ടി അല്ല എനിക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്, ഈശ്വര സാക്ഷാത്കാരത്തിനാണ്, ജീവബ്രഹ്മ ഐക്യത്തിനാണ്, ഞാനും ഈശ്വരനും ഒന്ന് എന്ന് ഗുരുനാഥന്മാർ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ സ്വന്തം അനുഭവത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ജന്മം ഈശ്വരൻ തന്നിരിക്കുന്നത്. ഞാൻ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും എന്നൊരു തീരുമാനം എടുക്കണം. അപ്പോ ആ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയുള്ള സാധനകൾ ചെയ്യാൻ ഭഗവാൻ കൂടെ അനുഗ്രഹിക്കട്ടെ. സാഹചര്യങ്ങൾ അതിന് അനുകൂലമാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിറാം. സായിരാം സാർ. സായിരാം സാർ. സായിരാം സാർ. സായിരാം 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 സാർ. സായിരാം സായിരാം സാർ. സായിരാം.